ഹലോ ഫ്രണ്ട്സ്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, ശുഭചിന്തയുടെ ശക്തി. നോർമൻ വിൻസെൻ്റ് പീൽ എഴുതിയ ഈ ബുക്കിൻ്റെ പാർട്ട് 5. പ്രാർത്ഥനയുടെ ശക്തി ശ്രമിച്ചു നോക്കുവിൻ. നമുക്ക് നോക്കാം. നഗരവീഥികളിലേക്ക് ആകാശവീക്ഷണം നടത്തുന്ന ഒരു ബിസിനസ് ഓഫീസിലിരുന്ന് ഗൗരവപൂർണമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അവർ രണ്ടുപേർ. ബിസിനസ് സംബന്ധവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളാൽ ഉഴറി മുറിയിലൂടെ അസ്വസ്ഥനായി ഉലാത്തുകയായിരുന്നു ഒരാൾ. പിന്നെ നിരാശിതനായി മുഖം കൈകളിലർപ്പിച്ച് ഒരിടത്തിരുന്നു. വലിയ മഹത്വമുള്ള ആളായി ഗണിക്കപ്പെട്ടിരുന്ന മറ്റേയാളുടെ അടുത്ത് ഉപദേശം തേടി എത്തിയതായിരുന്നു ഈ മനുഷ്യൻ. അവരിരുവരും ചേർന്ന് പ്രശ്നത്തെ വിവിധ കോണുകളിലൂടെ വിലയിരുത്തി. പക്ഷേ ഫലമുണ്ടായില്ല. അത് അയാളുടെ വിഷമത്തെ വർദ്ധിപ്പിച്ചതേയുള്ളൂ. ഭൂമിയിലെ ഒരു ശക്തിക്കും എന്നെ രക്ഷിക്കാനാവില്ല, അയാൾ നെടുവീർപ്പിട്ടു. അപരൻ തെല്ലിട ചിന്തയിൽ മുഴുകിയ ശേഷം ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ ഈ പ്രശ്നത്തെ അങ്ങനെ കാണുകയില്ല. താങ്കളെ സഹായിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന താങ്കളുടെ വാദം തെറ്റാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നാണ് വ്യക്തിപരമായ എൻ്റെ ബോധ്യം. താങ്കളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. പിന്നെ അദ്ദേഹം സാവകാശം കൂട്ടിച്ചേർത്തു, പ്രാർത്ഥനയുടെ ശക്തി എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? വിസ്മയപ്പെട്ടിട്ടെന്നോണം ഹതാശനായ ആ മനുഷ്യൻ പറഞ്ഞു, ശരി, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു ബിസിനസ് പ്രശ്നത്തിന് ഉതകുന്ന പ്രായോഗികമായ എന്തോ ഒന്ന് എന്ന മട്ടിലാണ് താങ്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. എങ്കിലും എന്നെ അതിനുള്ള രീതി കാണിച്ചു തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പ്രാർത്ഥനയുടെ സങ്കേതങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചു. യഥാകാലം ഫലവും കിട്ടി. കാലാന്തരത്തിൽ എല്ലാം തൃപ്തികരമായി ശരിപ്പെട്ടു വന്നു എന്നുവെച്ച് അദ്ദേഹത്തിനു പ്രശ്നങ്ങളൊന്നുമില്ല എന്നർത്ഥമില്ല. വാസ്തവത്തിൽ കഠിനമായ കാലത്തെയാണ് ആ മനുഷ്യൻ അഭിമുഖീകരിച്ചത്. എങ്കിലും അവയെല്ലാം അദ്ദേഹം തരണം ചെയ്തു. ഇന്ന് അദ്ദേഹം പ്രാർത്ഥനാശക്തിയിൽ ആവേശഭരിതനാണ്. ഇപ്രകാരം എന്നോട് പറയുവോളം പ്രാർത്ഥിച്ചാൽ ഏതു പ്രശ്നവും പരിഹരിക്കപ്പെടും. ശാരീരിക ആരോഗ്യ വിദഗ്ധർ പലപ്പോഴും തങ്ങളുടെ ചികിത്സകളിൽ പ്രാർത്ഥനയെ ഉപയോഗപ്പെടുത്താറുണ്ട്. ബലഹീനത, പിരിമുറക്കം, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ ആന്തരിക രഞ്ജിപ്പ് ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകാം. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രഞ്ജിപ്പോടെയുള്ള പ്രവർത്തനം പ്രാർത്ഥനയിലൂടെ എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. താൻ തിരുമു ചികിത്സ കൊടുത്തുകൊണ്ടിരുന്ന നാഡീപ്രശ്നമുള്ള ഒരാളെപ്പറ്റി സുഹൃത്തായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്രീകോവിലായ ശരീരത്തിന് ലാഘവമേകാൻ വേണ്ടി ഞാൻ എൻ്റെ വിരലുകളെ പ്രയോഗിക്കുമ്പോൾ അവയിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ബാഹ്യ ശരീരത്തിന്മേൽ പ്രവർത്തിക്കവേ ആന്തരിക സൗഖ്യത്തിനായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രോഗിക്ക് പുതിയൊരു അറിവായിരുന്നു അത്. പക്ഷേ അയാൾ അത് സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിലായിരുന്നു. അതിനാൽ അദ്ദേഹം ചില സമാധാന ചിന്തകളെ തൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ അനുവദിച്ചു. ഇത് തന്നിലുണ്ടാക്കിയ ലാഘവത്വം അദ്ദേഹത്തെ വിസ്മയാധീനനാക്കി. നിരവധി പ്രമുഖർ, പതിവുകാരായ ഒരു ഹെൽത്ത് ക്ലബ്ബ് നടത്തിപ്പുകാരൻ ജാക്ക് സ്മിത്ത് പ്രാർത്ഥനാ ചികിത്സയിൽ വിശ്വസിക്കുന്നു, അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. മുൻപ് ഗുസ്തിക്കാരനും ട്രക്ക് ഡ്രൈവറും ടാക്സിക്കാരനും ഒക്കെയായിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. തൻ്റെ പതിവുകാരുടെ ശാരീരിക തളർച്ചയെ പരിശോധിക്കുന്നതിനൊപ്പം താൻ അവരുടെ മാനസികമായ ക്ഷീണിതാവസ്ഥയെയും വിശകലനം ചെയ്യാറുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. കാരണം ഇതാണ്, ഒരാൾ ആത്മീയ ആരോഗ്യം പ്രാപിക്കുവോളം അയാളെ ശാരീരികമായി സുഖപ്പെടുത്താൻ കഴിയുകയില്ല. ഒരിക്കൽ ജാക്ക് സ്മിത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു അഭിനേതാവായ വാൾട്ടൺ ഹ്യൂസ്റ്റൺ. ഇപ്രകാരം വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു ഫലകം അദ്ദേഹം മതിലിൽ കാണാനിടയായി. APRPABWPRAA അപ്രവ്രപ്പ. വിസ്മയപൂർവ്വം ഹ്യൂസ്റ്റൺ ചോദിച്ചു, ഈ ചുരുക്കെഴുത്തിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അത് കേട്ട് ചിരിച്ച സ്മിത്ത് വിശദീകരിച്ചു, APRPBWPRAA. ഇതിൻ്റെ പൂർണ്ണരൂപമാണ് ഇവിടെ പറയുന്നത്. Affirmative prayers release powers by which positive results are accomplished. Affirmative prayers release powers by which positive results are accomplished. അതായത് അനുകൂല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രത്യാശാനിർഭരമായ പ്രാർത്ഥനകൾ.
വിസ്മയാധീനനായി വായ പൊളിച്ചു പോയി ഹ്യൂസ്റ്റൺ. ഒരു ഹെൽത്ത് ക്ലബിൽ ഇങ്ങനെയൊന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്തരം രീതികൾ ഞാൻ പ്രയോഗിച്ചു വരുന്നു, സ്മിത്ത് വിശദമാക്കി. ആളുകളെ ആകാംക്ഷയിലാക്കാൻ ഇത് നല്ലതാണ്. പ്രത്യാശയേകുന്ന പ്രാർത്ഥനകൾക്ക് എന്നും ഫലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവരോട് പറയാൻ ഇത് എനിക്ക് അവസരം തരും. മനുഷ്യരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ജാക്ക് സ്മിത്ത് വിശ്വസിക്കുന്നത് പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ്. വ്യായാമത്തെക്കാളും ആവി ഗുളികകളെക്കാളും തിരുമു ചികിത്സയേക്കാളും ഒക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നത്രേ. ശക്തി പുറപ്പെടുത്തുന്ന പ്രക്രിയയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ജനം ഇന്ന് പഴയതിനേക്കാളേറെ പ്രാർത്ഥിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ കാര്യക്ഷമതയെ അത് വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവരുടെ തിരിച്ചറിവ്. മറ്റെവിടെയും ലഭ്യമല്ലാതെ ശക്തികളെ ഊറ്റിയെടുക്കുവാനും കരുത്തിനെ ഉപയോഗിക്കാനും അത് അവരെ സഹായിക്കുന്നു. പ്രമുഖനായൊരു മനഃശാസ്ത്രജ്ഞർ പറയുന്നു, തൻ്റെ വ്യക്തിഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കരഗതമായ ഏറ്റവും വലിയ ശക്തിയാണ് പ്രാർത്ഥന. അതിൻ്റെ ശക്തി എന്നെ വിസ്മയിപ്പിക്കുന്നു. ഊർജത്തിൻ്റെ പ്രകടീഭാവമാണ് പ്രാർത്ഥനാശക്തി. ആണവോർജത്തെ പുറത്തു കൊണ്ടുവരാൻ ശാസ്ത്രീയ രീതികൾ നിലവിലുള്ളതുപോലെ പ്രാർത്ഥനയുടെ സങ്കേതങ്ങൾ വഴി ആത്മീയോർജത്തെ പുറത്തു കൊണ്ടുവരാൻ ശാസ്ത്രീയ രീതികളുണ്ട്. നമ്മെ ഊർജ്ജസ്വലമാക്കുന്ന ഈ ബലത്തിൻ്റെ പ്രകടനം ആവേശകരമത്രേ. വാർദ്ധക്യത്തിൻ്റെ വർധനവിനെ സാധാരണ മട്ടിലാക്കാൻ പോലും പ്രാർത്ഥനാശക്തിക്ക് കഴിവുള്ളതായി കാണുന്നു. രോഗാവസ്ഥയെ നിയന്ത്രിച്ചും ജീർണിക്കലിനെ ക്രമപ്പെടുത്തിയുമാണ് ഇത് സാധിക്കുന്നത്. വർഷങ്ങൾ കൂടിക്കൂടി വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ അടിസ്ഥാനപരമായ ഊർജമോ ജീവശക്തിയോ ക്ഷയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചൈതന്യം മന്ദീഭവിക്കുകയോ കെട്ടുപോവുകയോ മന്ദമായി തീരുകയോ ചെയ്യേണ്ടതില്ല. ഓരോ സായാഹ്നത്തിലും നിങ്ങളെ നവീകരിക്കാനും ഓരോ പ്രഭാതവും പുതുമയുള്ളതാക്കാനും പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. നിങ്ങൾ നടത്തുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ എന്നു നിർണയിക്കുന്ന ബലങ്ങളുടെ ആധാരമായ ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ പ്രാർത്ഥനയെ അനുവദിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ വഴി കാണിക്കൽ ലഭ്യമാകും. ഈ ശക്തി ഇനിയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥനയുടെ പുതിയ സങ്കേതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യക്ഷമത എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ആത്മീയതയിലാണ് പൂർണ്ണമായും ഈ വിഷയം ഊന്നാറുള്ളതെങ്കിലും രണ്ടും തമ്മിൽ ഒരു വിടവ് നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. പൊതുവെ ശാസ്ത്രത്തിൽ ചെയ്യാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ശാസ്ത്രീയമായ ആത്മീയ അനുഷ്ഠാനം പതിവ് മാതൃകകളെ തള്ളിക്കളയുന്നു. നിങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ പ്രാർത്ഥിക്കുകയും ഉറപ്പായി അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ടാകും. എന്നാൽ പ്രാർത്ഥനയുടെ ഘടന മാറ്റിക്കൊണ്ടും പുതിയ രീതികൾ പരീക്ഷിച്ചുകൊണ്ടും കൂടുതൽ ഗുണകരമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കാൻ പുതിയ ഉൾക്കാഴ്ചകൾ നേടുക, പുതിയ കാര്യശേഷികൾ പരിചരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വമ്പിച്ച ഊർജ സ്രോതസ്സുമായിട്ടാണ് ഇടപെടുന്നതെന്ന തിരിച്ചറിവ് പ്രധാനമാണ്. പ്രകാശിതരാകാൻ പഴഞ്ചൻ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കേണ്ട. ഏറ്റവും നവീനമായ പ്രകാശോപകരണങ്ങൾ നിങ്ങൾക്ക് വേണം. ആത്മീയ പ്രതിഭയുള്ള സ്ത്രീ പുരുഷന്മാർ പുതിയതും ഉണർവുള്ളതുമായ ആത്മീയ സങ്കേതങ്ങൾ പതിവായി കണ്ടുപിടിക്കുന്നുണ്ട്. മികച്ചവയും ഫലപ്രദവുമെന്ന് ബോധ്യപ്പെട്ട ഇത്തരം രീതികളെ അനുസരിച്ചുള്ള പ്രാർത്ഥനാ ശക്തികളിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്താം. ഇത് നല്ലതും അപരിചിതമാംവിധം ശാസ്ത്രീയവുമാണെന്ന് കാണുന്ന പക്ഷം ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഏറ്റവും ഫലപ്രദമായ എളിമയോടെ തുറക്കുന്ന പ്രക്രിയ കണ്ടെത്തലാണ് പ്രാർത്ഥനയുടെ രഹസ്യം. നിങ്ങളുടെ മനസ്സിലേക്ക് ദൈവശക്തി ഒഴുകും വിധം ഉത്തേജിപ്പിക്കാനുള്ള ഏതു രീതിയും നീതീകരിക്കത്തക്കതാണ്, ഉപയോഗപ്രദവുമാണ്. ഞാൻ പറഞ്ഞാൽ നിരവധി വായനക്കാർക്കും പരിചിതമാകാനിടയുള്ള രണ്ട് പ്രശസ്ത വ്യവസായികളുടെ അനുഭവമാണ് പ്രാർത്ഥനയുടെ ശാസ്ത്രീയ ഉപയോഗത്തിലുള്ള ഒരു തെളിവ്. ബിസിനസ് സംബന്ധമായ ഒരു സാങ്കേതിക വിഷയത്തിലെ സെമിനാറിൽ അവർക്ക് പങ്കെടുക്കേണ്ടി വന്നു. ഈ വിഷയത്തെ തികച്ചും സാങ്കേതികമായിട്ടാകും അവർ സമീപിക്കുകയെന്നേ ആരും ചിന്തിക്കുകയുള്ളൂ. എന്നാൽ അതുമാത്രമല്ല, അതിലധികവും ചെയ്തു അവർ. ആ പ്രശ്നം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ അവർക്ക് വിജയകരമായൊരു ഫലം കിട്ടിയില്ല. അതിനാൽ ഒരാളുടെ സുഹൃത്തായ ഒരു പ്രേക്ഷിത പ്രവർത്തകരെ നാട്ടിൻപുറത്തു നിന്നും വിളിച്ചു വരുത്തി. അവർ പറഞ്ഞതുപ്രകാരം കാരണം ഇതാണ്: എൻ്റെ നാമത്തിൽ 2-3 പേർ കൂടിച്ചേരുമ്പോൾ അവർക്കിടയിൽ ഞാനും ഉണ്ടാകും. മത്തായി 18:20 എന്ന സുവിശേഷ വചനമാണ് പ്രാർത്ഥനയുടെ സൂത്രം. അവർ മറ്റൊരു സൂത്രം കൂടി പറഞ്ഞു തന്നു. തങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് ചോദിക്കാനുള്ള
എന്തിനെയെങ്കിലും പറ്റി നിങ്ങളിൽ 2 പേർക്ക് യോജിപ്പുണ്ടായാൽ എൻ്റെ സ്വർഗീയ പിതാവ് ആ അഭ്യർത്ഥന നിറവേറ്റിത്തരും. മത്തായി 18:19. അങ്ങനെ ആ മൂവർ ചേർന്ന് ഒരു മനമായി പ്രാർത്ഥിച്ചു. മാത്രമല്ല അതിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട മറ്റു ചില ബൈബിൾ സങ്കേതങ്ങളെ ഉപയോഗിക്കുകയുണ്ടായി. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. മത്തായി 9:29. നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിച്ചാലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. മാർക്കോസ് 11:24. വിശ്വാസപൂർണവും ഉറച്ചതുമായ നിരവധി പ്രാർത്ഥന വേളകൾക്കു ശേഷം തങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് അവർ മൂവരും ചേർന്ന് നിശ്ചയിച്ചു. പൂർണ്ണമായും തൃപ്തികരമായിരുന്നു ഫലം. ദൈവികമായ വഴി നടത്തൽ കിട്ടിയെന്ന് പിന്നീടുള്ള ഫലങ്ങൾ വ്യക്തമാക്കി. പ്രകൃതി നിയമങ്ങളുടെ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ആത്മീയ നിയമങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ സൂക്ഷ്മമായ വിശദീകരണം വേണ്ടാത്ത വിധം ആവശ്യത്തിന് ശാസ്ത്രബോധം ഉള്ളവരാണിവർ. ഉചിതമായ സങ്കേതങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഈ നിയമം പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൊണ്ട് ഇവർ സംതൃപ്തരാകുന്നു. എന്താണ് പ്രാർത്ഥനയുടെ തത്വം? നമുക്ക് നോക്കാം. 1. പ്രാർത്ഥനയാക്കുക. 2. ദൃശ്യവൽക്കരിക്കുക. 3. പ്രാവർത്തികമാക്കുക. പ്രതിദിനമുള്ള ഒരു പ്രാർത്ഥനാ സംവിധാനം എന്നതാണ് എൻ്റെ സുഹൃത്ത് പ്രാർത്ഥനയാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ലളിതമായി നേരിട്ട് ദൈവത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മാത്രമല്ല വിദൂരതയിൽ മേഘപാളികളിൽ പാതി മറഞ്ഞിരിക്കുന്നത് സങ്കല്പിക്കപ്പെട്ട ഒരു ദൈവവുമായല്ല അദ്ദേഹം സംഭാഷണം ചെയ്യുന്നത്. തൻ്റെ ഓഫീസിൽ, വീട്ടിൽ, തെരുവിൽ, കാറിൽ ഒക്കെ സദാ തന്നോടൊപ്പമുള്ളൊരു പങ്കാളിയോട് എന്നതുപോലെ അത്രേ. നിർത്താതെ നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ബൈബിൾ തത്വത്തെ അദ്ദേഹം ഗൗരവത്തിലെടുത്തു. താൻ തീരുമാനമെടുക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ ദൈവവുമായി ലളിതവും സ്വാഭാവികവുമായ രീതിയിൽ ഓരോ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അവസാനം ദൈവസാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ മേൽക്കൈ നേടി. അവസാനം ഉപബോധ മനസ്സിലെ ചിന്തകളിലും അദ്ദേഹം തൻ്റെ ദൈനംദിന ജീവിതത്തെ പ്രാർത്ഥനവൽക്കരിച്ചു. നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും മറ്റ് ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ആ മനുഷ്യൻ ഓരോ ദിവസവും പ്രാർത്ഥനയാൽ നിറയ്ക്കുക, പ്രാർത്ഥനയിൽ ജീവിക്കുക എന്ന അവസ്ഥ. പ്രാർത്ഥനയ്ക്കായി എപ്പോഴും മുട്ടിന്മേൽ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷേ തൻ്റെ ഉറ്റ പ്രവർത്തകനോട്, സഹപ്രവർത്തകനോട് എന്നതുപോലെ ദൈവത്തോട് പറയും, നാഥാ, ഇക്കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? അദ്ദേഹം തൻ്റെ മനസ്സിനെ പ്രാർത്ഥനവൽക്കരിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ദൈവത്തോട് നേരിട്ട് ചോദ്യം ചോദിക്കാമെന്നുള്ളതാണ്. ഇവിടെ ഓർഡർ ചെയ്തത്, നാഥാ, ഇക്കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് ദൈവത്തോട് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ മനസ്സിനെ പ്രാർത്ഥനവൽക്കരിച്ചു. അതുവഴി തൻ്റെ പ്രവൃത്തികളെയും സൃഷ്ടിപരമായ പ്രാർത്ഥനയ്ക്കായുള്ള അദ്ദേഹത്തിൻ്റെ സൂത്രവാക്യത്തിലെ 2ാമത്തെ ഘടകം മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകമായ യാഥാർത്ഥ്യപൂർണമായ മോഹമാണ്. വിജയം മുന്നിൽ കാണുന്നവന് വിജയിക്കാനുള്ള പ്രവണത കിട്ടിക്കഴിഞ്ഞു. പരാജയം പ്രതീക്ഷിക്കുന്നവന് പരാജയപ്പെടാനുള്ളതും. വിജയമോ പരാജയമോ ഏതാണെങ്കിലും ദൃശ്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ആ മനോദൃശ്യത്തിന് തുല്യമായ രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവണതയുണ്ടാകും. ഇവിടെയാണ് ഭാവനയുടെ മഹത്വം പറയുന്നത്. സംഭവിക്കാൻ യോഗ്യമായ എന്തെങ്കിലും കാര്യം ഉറപ്പാക്കാൻ അതേപ്പറ്റി ആദ്യമേ പ്രാർത്ഥിക്കണം. അത് ദൈവ തിരുവിഷ്ടത്തിന് അനുയോജ്യമാണോ എന്ന് നോക്കണം. പിന്നെ അതിൻ്റെ ചിത്രം ബോധമണ്ഡലത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നതായി നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം മുദ്ര പതിപ്പിക്കണം. ആ ചിത്രം ദൈവേഷ്ടത്തിന് നിരന്തരം അടിയറച്ചു കൊണ്ടിരിക്കുക. അതായത് വിഷയം ദൈവകരങ്ങളിൽ കൊടുക്കുക. ദൈവത്തിൽ വഴികാട്ടലിനനുസരിച്ച് നടക്കുക. കഠിനമായും ബുദ്ധിപൂർവമായും അധ്വാനിക്കുക. അതുവഴി വിജയം നേടാനായുള്ള നിങ്ങളുടെ പങ്ക് നിർവഹിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ ആ ചിത്രത്തെ ഉറപ്പിച്ചു നിർത്തുന്നതും വിശ്വസിക്കുന്നതും തുടർന്നു ശീലിക്കുക. ഇത് ചെയ്തു നോക്കൂ. നിങ്ങൾ ദൃശ്യവൽക്കരിച്ച കാര്യം സംഭവ്യമാകുന്ന വിചിത്രമായ വഴികൾ നിങ്ങളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ഇത്തരത്തിലാണ് ചിത്രം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത്. നിങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ അഭിലാഷത്തെ അതിന്മേൽ ദൈവശക്തി ആവേശിപ്പിച്ച് പരുവപ്പെടുത്തുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന പക്ഷം അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച ദൃശ്യവൽക്കരിച്ച കാര്യം യാഥാർത്ഥ്യമാകുന്നത് കാണാം. ഈ ത്രിതല പ്രാർത്ഥനാ രീതി ഞാൻ തന്നെ സ്വന്തം കാര്യത്തിനായി ഉപയോഗിക്കുകയും അതിൻ്റെ വലിയ ശക്തി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പലർക്കും ശുപാർശ ചെയ്തു. അവരും ഈ പ്രാർത്ഥന തങ്ങളുടെ അനുഭവത്തിനായി ക്രിയാത്മക ശക്തിയെ കോരിച്ചൊരിഞ്ഞെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു.